മാത്ര സ്പർശാസ്തു കൗന്ദേയ. ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും. അപ്പോ മാത്രകൾ എന്ന് വിളിക്കാൻ കാരണം ഇന്ദ്രിയങ്ങള് എന്താണ്, ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട്. അതേപോലെ ആ ഇന്ദ്രിയങ്ങളാൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്പർശിക്കപ്പെടുന്നത് കൊണ്ടാണ് വിഷയങ്ങൾക്ക് സ്പർശങ്ങൾ എന്ന പേര് വരാനുള്ള കാരണം അതാണ് എന്നാണ് പറയുന്നത്. ഇനി ഇപ്പോ അപ്പൊ ഇന്ദ്രിയങ്ങള് വിഷയങ്ങള് എന്ന് മൊത്തത്തിൽ പറഞ്ഞതുകൊണ്ട് ഈ പ്രപഞ്ചമായി കാണുന്ന ദൃശ്യങ്ങളെ മുഴുവൻ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ പ്രപഞ്ചമായിട്ട് കാണപ്പെടുന്ന മുഴുവൻ ജഡദൃശ്യങ്ങളാണെന്നും പറയുന്നുണ്ട്. അതൊക്കെ ജഡമാണ്. കാരണം അതിന് സ്വയമേവ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ വിഷയങ്ങൾ ഉണ്ടാവില്ല. കാരണം വിഷയങ്ങൾ അനുഭവിക്കാൻ പറ്റില്ല ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ. ഇപ്പൊ കണ്ണില്ലെങ്കിൽ കാണാൻ പറ്റില്ല, അല്ലെ? കാണുക എന്നുള്ള വിഷയം പിന്നെ ഇല്ല. ദൃശ്യം എന്നുള്ള വിഷയമില്ല കണ്ണ് എന്ന ഇന്ദ്രിയം ഇല്ലെങ്കിൽ. അതുപോലെ കാത് എന്ന ശ്രോത്രേന്ദ്രിയം ഇല്ലെങ്കിൽ ശബ്ദം എന്ന വിഷയമില്ല, അല്ലെ? ശരിയല്ലേ? അപ്പൊ ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ വിഷയങ്ങൾ അനുഭവപ്പെടില്ല. ഇനി ഇന്ദ്രിയങ്ങളെ അനുഭവപ്പെടണമെങ്കിലോ വിഷയങ്ങളും വേണം. ഇത് രണ്ടും പരസ്പരം കണക്റ്റഡാ. ഇപ്പൊ അനുഭവിക്കാൻ വിഷയങ്ങളൊന്നുമില്ല വിചാരിക്കും. അപ്പൊ ഇന്ദ്രിയങ്ങൾ അറിയില്ല, നമ്മള് അനുഭവപ്പെടില്ല, ഇന്ദ്രിയങ്ങൾ ഉണ്ടെന്നുള്ള അനുഭവം ഉണ്ടാവില്ല. അതുപോലെ ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ വിഷയങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും എന്താണ്, ബോധതലത്തില് മറ്റു പലതിനെയും അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ദൃശ്യങ്ങളാണ് എന്ന് വരുന്നു. അതില്ലെങ്കിൽ അതിന് നിലനിൽപ്പില്ല എന്നാണ് പറയുന്നത്. സാപേക്ഷ ദൃശ്യങ്ങൾ എന്നാണ് പറയുന്നത്. ഒന്ന് മറ്റൊന്നിനെ അപേക്ഷയാണ് നിലനിൽക്കുന്നത്. എന്ന് മാത്രമല്ല ഇത് ബോധത്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ബോധം ഇല്ല എന്ന് വിചാരിക്കുക, പിന്നെ ഇന്ദ്രിയങ്ങളും ഇല്ല, വിഷയങ്ങളും ഇല്ല. ശരിയല്ലേ? അപ്പൊ അതിന്റെയൊക്കെ ബേസ് എന്താണ്? കോൺഷ്യസ്നെസ്, ബോധം. ബോധമില്ലെങ്കിൽ പിന്നെ ഇതൊന്നുമില്ല യഥാർത്ഥത്തില്. അപ്പോ ആ ഇന്ദ്രിയങ്ങള് വിഷയങ്ങൾ, അപ്പൊ ഈ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും ബോധപൂർവം നമ്മൾ അകറ്റുകയാണെങ്കിൽ, ഇപ്പൊ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളിലും നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് ബോധത്തിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ കഥ തന്നെ പറയാം. ഇപ്പോ സ്ക്രീനിൽ നമ്മൾ തിയേറ്ററിൽ സിനിമ കാണുന്നു, സ്ക്രീനിലാണ് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്ക്രീനിൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ സ്ക്രീനിനെ കുറിച്ച് ആരും ഓർക്കാറില്ല. ശരിയല്ലേ? നമ്മളെ ശ്രദ്ധ എവിടേക്കാ? സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ മുഴുകി കിടക്കുകയാണ്. അപ്പൊ എപ്പോഴാണ് സ്ക്രീനിനെ കാണാനായിട്ട് പറ്റുക? സ്ക്രീനിനെ കാണാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞാൽ ആ ദൃശ്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ സ്ക്രീൻ ഇങ്ങനെ പ്രകാശിച്ച് കാണും. അതേപോലെയാണ് ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് ബോധത്തിനെ ആശ്രയിച്ചാണ്, കോൺഷ്യസ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോ പക്ഷേ കോൺഷ്യസ്നെസ്സിനെ ആശ്രയിച്ച് ഇതെല്ലാം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളിലും വിഷയങ്ങളിലും നമ്മൾ കുടുങ്ങിപ്പോകണം. അതുകൊണ്ട് ബോധത്തിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. അപ്പൊ എന്ത് വേണം? ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും ബോധപൂർവം നമ്മൾ അകറ്റുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ ആ ബോധത്തിനെ നമുക്ക് ബോധം നമ്മളുടെ മുന്നിൽ തെളിയും. അതിനെ സ്വയം പ്രകാശം തെളിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ. വസ്തു സാക്ഷാത്കാരം അല്ലെങ്കിൽ സത്യസാക്ഷാത്കാരം പറഞ്ഞാൽ അത് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? അപ്പോ അതിൽ നമ്മൾ മറക്കപ്പെട്ടിരിക്കുകയാണ്. ആ ബോധത്തിനെ നമ്മൾ മറന്നു. കാരണം അതിന്റെ സ്ഥാനത്ത് പല ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട്, അതേപോലെ തന്നെ ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഇത് നിലനിൽക്കുന്ന ബോധത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണേ ഇല്ല. ആത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്ന ആ സത്യവസ്തുവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നേ ഇല്ല. അപ്പൊ ഇതിനെല്ലാം, ഈ ദൃശ്യങ്ങളെ മുഴുവൻ നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ആ സത്യവസ്തു, യഥാർത്ഥത്തിൽ ഉള്ള ആ വസ്തുവിലാണ് പിന്നെ നമ്മളുടെ ശ്രദ്ധ വരിക. അപ്പൊ ആ ഉള്ള വസ്തുവിലെ ശ്രദ്ധിക്കുക. അത് തന്നെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് തന്നെയാണ് സത്യസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പക്ഷേ ഇത് പറയാൻ എളുപ്പമാണ്. ഈ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും എങ്ങനെ അകറ്റും? അതിങ്ങനെ വളരെ ശക്തമായിട്ട് നമ്മളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെ? എങ്ങനെ നമ്മൾ അതിനെ അകറ്റാനായിട്ട് പറ്റും? അപ്പൊ അതിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്കാണ്, അതിനുള്ള ഒരു സ്റ്റെപ്പാണ് ഭഗവാൻ ഇതില് പറയുന്നത്. എന്താണെന്നറിയാമോ? എങ്ങനെ ഇതിൽ നിന്ന് ശ്രദ്ധ നമ്മൾക്ക് പിൻവലിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇന്ദ്രിയ വിഷയങ്ങളുടെ രൂപത്തില് നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ ചില ദൃശ്യങ്ങള്, ചില കാര്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അതിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. എന്താണ് അതിന്റെ സ്വഭാവം? വിഷയങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത്
അത് നമ്മൾക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാക്കും. ഇന്ദ്രിയ വിഷയങ്ങൾ എന്തൊക്കെ അനുഭവങ്ങളാണ്? നേരത്തെ പറഞ്ഞു, ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം. മനസ്സിലായോ? ഇതൊക്കെ വിഷയങ്ങളിൽ നിന്നാണ് നമുക്ക് ഉണ്ടാവുക. വിഷയങ്ങളിൽ നിന്നാണ് സുഖം. ചില കാര്യങ്ങൾ സുഖമായിട്ട് തോന്നും, ചില കാര്യങ്ങൾ ദുഃഖിപ്പിക്കുന്നതായിട്ട് തോന്നും, ചിലത് ചൂടുണ്ടാക്കുന്നതായിട്ട് തോന്നും, അല്ലെ? തപിപ്പിക്കുന്നതാണ് ചിലത്, ചിലത് എന്താണ് ശീതമായിരിക്കാം, തണുപ്പിക്കുന്നതാണ്. ഇങ്ങനെ മാറി മാറിയുള്ള വ്യത്യസ്തങ്ങളായ അനുഭവം. ശീതം, ഉഷ്ണം ഓപ്പോസിറ്റ് ആണ്, സുഖം, ദുഃഖം ഓപ്പോസിറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള വിരുദ്ധങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ വിഷയങ്ങൾ മുഴുവൻ. വിഷയങ്ങൾ മുഴുവൻ ജഡങ്ങളാണ്. അപ്പൊ ആ ജഡങ്ങളായ വിഷയങ്ങൾ മുഴുവൻ നമ്മളുടെ ഉള്ളിൽ ഇത്തരം അനുഭവങ്ങൾ മാറി മാറി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഒരേ അനുഭവം തന്നെ നമുക്ക് സുഖമായിരിക്കാം, ദുഃഖമായിരിക്കാം. ഇപ്പൊ ശീതം, തണുപ്പ്, ചിലപ്പോ നമുക്ക് സുഖമായിട്ട് തോന്നും, ചിലപ്പോ ദുഃഖമായിരിക്കും. ഇപ്പൊ നമുക്ക് ശീതം എന്ന് പറഞ്ഞാൽ സുഖമായിരിക്കും, കാരണം നല്ല ചൂടാ പുറത്ത്. അല്ലെ? ശരിയല്ലേ? അപ്പൊ ഇപ്പൊ ഒരു തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സുഖമാണ്. പക്ഷെ നല്ല തണുപ്പ് കാലത്ത് വീണ്ടും തണുപ്പത്താലോ, അപ്പൊ ദുഃഖമായിരിക്കും. അപ്പൊ ഇത് ശീതം ചിലപ്പോ നമുക്ക് സുഖം ഉണ്ടാവാൻ, ചിലപ്പോ ദുഃഖമായിരിക്കും. ഉഷ്ണവും അതുപോലെ തന്നെ. ഇപ്പൊ നമ്മൾ ആളെ ചുട്ട് പൊഴിഞ്ഞുകൊണ്ടിരിക്കുക, അപ്പൊ വീണ്ടും ചൂട് കൂടി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം, ദുഃഖമാണ്. അപ്പൊ ഈ സുഖദുഃഖങ്ങൾക്ക് ഒരു സ്ഥിരതയില്ല. ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് സുഖദുഃഖങ്ങള്, അല്ലെ? അതൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളും അങ്ങനെ തന്നെയാണ്, വിഷയങ്ങളും അത് തന്നെയാണ്, അല്ലെ? ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളിപ്പോ ഒരു കാഴ്ച കാണുന്നു. ആ കാഴ്ച കാണുമ്പോൾ ചില സമയത്ത് ആ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സുഖമൊക്കെ തോന്നും. പക്ഷെ ചില സമയത്ത് അതേ കാഴ്ച തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സുഖം തോന്നില്ല, ആകെ ഇറിറ്റേഷനാണ് തോന്നുക. ശരിയല്ലേ? ശരിയാണോ? ചില അതേപോലെ ചില ആളുകളെ തന്നെ, ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് സന്തോഷമൊക്കെ തോന്നും, പക്ഷെ ചില സമയത്ത് അങ്ങനത്തെ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഇറിറ്റേഷൻ ആയിരിക്കും. എന്താ പറയുന്നത്? ദൃശ്യങ്ങൾ അങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഒരു സ്ഥിരത ഇല്ലാത്തതാണ്. ചിലപ്പോ സുഖം ഉണ്ടാക്കും, ചിലപ്പോ ദുഃഖമായിരിക്കും, ചിലപ്പോ ശീതം, ചിലപ്പോ ഉഷ്ണം, ഇതൊക്കെയാണ് ഉണ്ടാവും. ശീതോഷ്ണങ്ങളിൽ നിന്ന് സുഖദുഃഖങ്ങൾ ഉണ്ടാവും മാറി മാറിയിട്ട്. അപ്പൊ അതേപോലെ തന്നെ ഈ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും അതും ആഗമാപായിനഹ വന്നു പോകുന്നവയാണ്, സ്ഥിരമായിട്ട് നിലനിൽക്കില്ല എന്നാണ് അതിന്റെ അനുഭവം. അപ്പോ ഈ വിഷയങ്ങളുടെ ഇത്തരത്തിലുള്ള അനുഭവം, ദ്വൈതഭാവത്തിലുള്ള അനുഭവം, പിന്നെ അത് ഉണ്ടാവലും ഇല്ലാതാവലും. അനുഭവം, സുഖം ഒരു അനുഭവം ഉണ്ടാവുന്നു, കുറച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാവുന്നില്ല. അപ്പൊ ഉൽപ്പത്തിയും നാശവും സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ വിഷയങ്ങളുടെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. അപ്പൊ ഈ വിഷയങ്ങളുടെ ഈ ഒരു സ്വഭാവത്തെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല, ഇതിനെ മാറ്റാൻ ആർക്കും സാധ്യല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ബോധതലത്തില് അതാണ് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് വേണം? അപ്പൊ ബോധതലത്തിന് ഇതിനെ നീക്കിയാലേ ബോധത്തിനെ അനുഭവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു, അല്ലെ? ശരിയല്ലേ? അപ്പൊ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ ഇത് അനുഭവിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ബോധതലത്തിൽ നിന്ന് ഇതിനെ അകറ്റുകയാണ് വേണ്ടത് നേരത്തെ പറഞ്ഞു. അപ്പൊ എങ്ങനെ അകറ്റാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബലം പ്രയോഗിച്ചതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ സ്വഭാവമാണ് എന്താണ്? ദ്വന്ദ്വ അനുഭവങ്ങൾ, ശീതമുഷ്ണം, ഉണ്ടാവലും ഇല്ലാതാവലും, അല്ലെ? സുഖദുഃഖങ്ങൾ തരലും, ഇതൊക്കെ അതിന്റെ സ്വഭാവമാണ്. അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്ത് വേണമെന്നറിയാമോ? അതിൽ നിന്നുണ്ടാവുന്ന, ഇന്ദ്രിയങ്ങളിൽ നിന്നും ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ഉണ്ടാവുന്ന അനുഭവങ്ങള്, സുഖം, ദുഃഖം തുടങ്ങിയ വിരുദ്ധമായ അനുഭവങ്ങളെ എന്ത് വേണം? അതിനെ ഒരു പരാതിയും ഇല്ലാതെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവത്. മനസ്സിലായോ? ഓപ്പോസിറ്റ് വാല്യൂസ് ആർ കോംപ്ലിമെന്ററി എന്നുള്ള പോയിന്റ് അതിന് വേണ്ടിയിട്ടാ ഗുരുജി നമുക്ക് തന്നിരിക്കണം. ക്ലിയർ ആയില്ലേ ഇപ്പോ? അപ്പൊ അതിനെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ എന്താ സംഭവിക്കുക? അതിന്റെ പ്രാധാന്യം നമ്മളിൽ നിന്ന് പോകും. കാരണം ഈ സുഖദുഃഖാനുഭവങ്ങള് പരിഹരിക്കാൻ പറ്റില്ല, ഇല്ലാതാക്കാൻ പറ്റില്ല നമുക്ക്. അത് അതിന്റെ സ്വഭാവമാണെന്ന് പറയും, വിഷയങ്ങളുടെ സ്വഭാവമാണെന്ന് പറയും. അപ്പൊ അതിനെ ഒരു പരാതിയോ പരിഭ്രമമോ ഒന്നുമില്ലാതെ സഹിക്കുക എന്ന് പറയണം തിദിക്ഷ എന്ന് പറയണം. നേരത്തെ പറഞ്ഞില്ലേ, താം തിദിക്ഷസ്വ ഭാരത. അതിനെ തിദിക്ഷ എന്ന ഒരു സഹനമാണത്. അതിനെ സഹിക്കുക. അപ്പൊ ഇത്തരം വിരുദ്ധമായ കാര്യങ്ങളെ, സുഖദുഃഖാനുഭവങ്ങള് അത് പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനെ ഒരു പരാതിയും ഇല്ലാതെ, ഒരു പരിഭവം ഇല്ലാതെ, ഒരു പരിഭ്രമം ഇല്ലാതെ അതിനെ സഹിക്കൂ. അതാണ് ആ ഗുണത്തിനാണ് തിദിക്ഷ എന്ന, സഹിക്കാനുള്ള കഴിവിനാണ് തിദിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു പറയുന്ന വേറൊരു കാര്യം എന്താണെന്നറിയാമോ? ആത്മസാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ മോക്ഷത്തിന് ഏറ്റവും വളരെയധികം ഉപകരിക്കുന്ന ഒരു സാധനമാണ് ഈ തിദിക്ഷ എന്ന് പറയുന്നത്, സഹനം എന്ന് പറയുന്നത്. സഹനം എന്ന് പറഞ്ഞാൽ
എന്താണ് വെറുപ്പോടെയോ ദേഷ്യത്തോടെയോ ഉള്ള സഹനമല്ല. അങ്ങനെയും ചെയ്യാറുണ്ട് നമ്മള്. ഒരു പരാതിയുമില്ല, ഒരു പരിഭവമില്ല, അതിലൂടെ മുന്നോട്ട് പോവുക. അതാണ് തിതിക്ഷ. അല്ലെ, നേരത്തെ പല നമ്മള് നോളജ് സെഷനിൽ നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെ. നമ്മള് വീട്ടില് പലപ്പോഴും അമ്മൂമ്മമാര് പറയാറില്ലേ, അവരുടെ ജീവിതത്തില് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർക്ക് തിതിക്ഷ ഉണ്ട്. അവരെങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുക? അതൊക്കെ എന്തെങ്കിലും സംഭവിച്ചു, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? എന്റെ കർമ്മദോഷം എന്നാണ് അവർ പറയുന്നത്. എന്റെ കർമ്മദോഷം എന്ന് പറഞ്ഞാൽ എല്ലാം അതിൽ ഒതുങ്ങി, പിന്നെ അവർക്ക് ഒരു പരാതിയില്ല അതിനെക്കുറിച്ച്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് തിതിക്ഷ. അപ്പൊ ഈ തിതിക്ഷ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന വളരെ ശക്തമായ ഒരു സാധനയാണ് എന്നാണ് പറയുന്നത്. അതിന് ഉപകരിക്കുന്ന ഒരു സാധനയാണ്. അപ്പോ ഇവിടെ ശീതോഷ്ണങ്ങളെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് പിന്നെ സുഖദുഃഖങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അതെന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശീതോഷ്ണങ്ങൾ സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ശീതോഷ്ണങ്ങള് ഉണ്ടാക്കുന്ന സുഖദുഃഖങ്ങള് സ്ഥായിയായ സ്വഭാവമില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ശീതം ചിലപ്പോ സുഖമുണ്ടാക്കും, അതേ ശീതം തന്നെ ചിലപ്പോ ദുഃഖമുണ്ടാക്കും. അതിന് സ്ഥിരമായ ഒരു സ്വഭാവമൊന്നുമില്ല. അതിങ്ങനെ മാറി മാറി വരുന്നതാണ്. മനസ്സിലായോ? അപ്പോ ഈ വിഷയങ്ങളുടെ സുഖവും ദുഃഖവും ഉണ്ടാക്കുന്ന എല്ലാ അനുഭവങ്ങളും ഒക്കെ ഈ ശീതോഷ്ണം എന്ന് പറയുന്ന ആ ഒരു പദം കൊണ്ട് അതിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ അനുഭവങ്ങളെയും അങ്ങനെ എടുക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ തിതിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലോകത്തിൽ നമ്മൾക്ക് അനുഭവപ്പെടുന്ന സുഖം ദുഃഖം ഇതിനൊക്കെ ഒരേ ആറ്റിറ്റ്യൂഡ്, രണ്ടിനെയും ഒരേപോലെ കാണാം. ഇതാണ് തിതിക്ഷ എന്ന് വേറൊരു രീതിയിൽ പറയാം. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ സുഖം വന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് കാരണം അതൊക്കെ ക്ഷണികമാണ്, ടെമ്പററി ആണ്. നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് ചിലപ്പോ സുഖം തരുന്നത് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ദുഃഖം തരും. അപ്പൊ ഇതെല്ലാം ടെമ്പററി ആണ്. അപ്പൊ അങ്ങനെ ക്ഷണികമായിട്ടുള്ള ഈ സുഖാനുഭവത്തിലും ദുഃഖാനുഭവത്തിലും നമ്മൾ ഒരേ രീതിയിൽ കാണും, ഒരേ മനോഭാവം. അതാണ് തിതിക്ഷ. അപ്പൊ സുഖമുണ്ടാവുമ്പോ വല്ലാതെ അങ്ങോട്ട് ചുള്ളിച്ചാടണമെന്നില്ല, ദുഃഖമുണ്ടാവുമ്പോ വല്ലാണ്ട് മൂഡ് ഓഫ് ആയിട്ട് തലയും താത്തി ഇരിക്കണമില്ല. രണ്ടിനെയും ഒരേപോലെ കാണാം. മനസ്സിലായോ? അപ്പോ ആത്മാവ് നിത്യമാണ്, അല്ലെ? ആത്മാവ് നിത്യമാണ്. പക്ഷെ ഈ ജഡവസ്തുക്കൾ മുഴുവൻ പരിണാമത്തിന് വിധേയമാണ്. പരിണാമത്തിന് വിധേയമായതൊക്കെ ജഡമാണ്. ആത്മാവ് നിത്യമാണ്, അത് സ്ഥിരമാണ്, അതിൽ മാറ്റമൊന്നും വരുന്നില്ല, അതിന് പരിണാമമൊന്നുമില്ല ആത്മാവിന്. പക്ഷെ ജഡം നിരന്തരമായിട്ട് മാറ്റം പരിണാമം വന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഈ ജഡം ആത്മാവില് ചില വിരുദ്ധ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ അനുഭവങ്ങളെ മനസ്സിലൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അതിനെ ഫേസ് ചെയ്യാനാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. മനസ്സിലായോ? അർജുനോട് പറയാന്ന് പറഞ്ഞാൽ ആരോടാ പറയുന്നത്? നമ്മളോട് പറയാണ്. നമ്മളും ഇങ്ങനെ വേണം എന്നാണ് പറയുന്നത്. തിതിക്ഷ, മുറുമുറുപ്പില്ലാതെ, പരാതിയില്ലാതെ, പരിഭവമില്ലാതെ ഇത്തരം വിഷയങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകാനാണ് പറയുന്നത്, അർജുനോട് പറയുന്നത്. അപ്പൊ അർജുനെ ഇവിടെ അഡ്രസ് ചെയ്യുന്ന കൗന്ദേയ എന്ന് പറയുന്നത്, ഭാരത എന്ന് പറയുന്നത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, അർജുനൻ ഇതെല്ലാം സഹിക്കാൻ കഴിവുള്ള ആളാണ്, ക്ലേശങ്ങളെ സഹിക്കാൻ കഴിവുള്ള ആളാണ് അർജുനൻ. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അർജുനനെ ഇങ്ങനെ വിളിക്കുന്നത് എന്നാണ്. കൗന്ദേയ, കുന്തിയുടെ പുത്രൻ, ഭാരത എന്നൊക്കെ വിളിക്കാനുള്ള കാരണം അതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ഈ ജഡവിഷയങ്ങളിൽ നിന്ന്, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന ഇത്തരം വിരുദ്ധമായ അനുഭവങ്ങള്, അതിനെ സഹിക്കാം, ശരി. അതൊക്കെ സഹിച്ചു എന്ന് വിചാരിക്കുക, സഹിക്കാൻ നമ്മൾ തയ്യാറായെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഇന്ദ്രിയാനുഭവങ്ങളെ നമ്മൾ സഹിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? അത് മനസ്സിലാവണമല്ലോ, എന്നാലേ നമ്മൾ സഹിക്കാൻ തയ്യാറാവുള്ളൂ. അതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നത്. ഇതിനെയൊക്കെ നമ്മൾ സഹിച്ചു കഴിഞ്ഞാൽ, തിതിക്ഷ, അല്ലെ, ആ മനോഭാവത്തോടു കൂടി നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് പിന്നെ നമ്മൾക്ക് അതുകൊണ്ട് ഉണ്ടാവുക? അതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അടുത്ത ശ്ലോകം ചൊല്ലിക്കുള്ളൂ, 15-ാമത്. അൺമ്യൂട്ട് ചെയ്തോളൂ. യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. അടുത്ത ശ്ലോകത്തില് എന്താണ് ഭഗവാൻ പറയുന്നത്? യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ.
സമദുഃഖ സുഖം ധീരം സ്വമൃതത്വായ കൽപ്പതേ. അതാണ് പറയുന്നത്. പുരുഷർഷഭ, പുരുഷർഷഭ എന്ന് പറഞ്ഞാൽ അല്ലയോ പുരുഷ ശ്രേഷ്ഠ എന്നാണ്. അപ്പൊ ഈ വിഷയാനുഭവങ്ങള്, വിരുദ്ധങ്ങളായ വിഷയാനുഭവങ്ങള്, ആ അനുഭവങ്ങളെ സമദുഃഖ സുഖം, സുഖത്തെയും ദുഃഖത്തെയും തുല്യമായി കരുതുന്നവനാണ് ധീരം. ധീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ പിന്തിരിപ്പിച്ചവൻ അല്ലെങ്കിൽ ബുദ്ധിയെ പിൻവലിച്ചവൻ എന്നാണ്. അങ്ങനെയുള്ള ഏത് പുരുഷനെ ന വ്യഥയന്തി, വ്യഥയന്തി പറഞ്ഞാൽ ക്ലേശിപ്പിക്കുന്നില്ലയോ എന്നാണ്. അവൻ അമൃതത്വായ, അമൃതത്വം എന്ന് പറഞ്ഞാൽ അവസാനിക്കാത്ത ബ്രഹ്മാനന്ദ അനുഭവത്തിന് കൽപ്പത യോഗ്യനായി ഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്തിനാണ് ഈ തിദിക്ഷ വേണം എന്ന് പറയാനുള്ള കാരണം എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞു ഇതിന്റെ സ്വഭാവമാണ്. ഇപ്പോ ദേഹം എന്ന് പറയുന്നത് ജഡമാണ്. ദേഹത്തിന്റെ പരിണാമങ്ങൾ ദേഹിയെ കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ, ബാധിക്കുന്നുണ്ടല്ലോ എന്നാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതിന് മറുപടിയാണ് പറഞ്ഞത്, അതില്ലാതിരിക്കാൻ എന്താ മാർഗം? ഈ ജഡമായ ദേഹത്തിന്റെ സ്വഭാവമാണ് ഇത്. എന്താണ്? ശീതം ദുഃഖം സുഖം, ശീതം ഉഷ്ണം സുഖം ദുഃഖം എന്നുള്ളത്. അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതിനെ എങ്ങനെ നേരിടണം ചോദിച്ചു കഴിഞ്ഞാൽ തിദിക്ഷയോടുകൂടി അതിനെ തുല്യഭാവത്തിൽ കാണാം. ഉള്ളിൽ പരാതിയോ പരിഭവം ഇല്ലാതെ അതിനെ നേരിടുക. ഇനി അങ്ങനെ നമ്മൾ ആ തിദിക്ഷ ശീലിച്ചു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് ആ ഗുണം? പറയണം. പുരുഷ ശ്രേഷ്ഠ, അർജുനോട് പറയണം. ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ഈ വിരുദ്ധങ്ങളായിട്ടുള്ള ഈ ഇന്ദ്രിയ വിഷയങ്ങൾ, ഈ അനുഭവങ്ങള്, വിഷയാനുഭവങ്ങള് സുഖദുഃഖങ്ങളെ തുല്യമായിട്ട് കരുതുന്നവനും, ആരാണോ സുഖദുഃഖങ്ങളെ തുല്യമായിട്ട് കരുതുന്നത്, ആരാണോ ഈ വിഷയങ്ങളിൽ നിന്ന് ബുദ്ധിയെ പിന്തിരിപ്പിച്ചിരിക്കുന്നത്, ആരെയാണോ ഇതൊന്നും ക്ലേശിപ്പിക്കാത്തത്, ആ വ്യക്തി അവസാനിക്കാത്ത ബ്രഹ്മാനന്ദാനുഭവത്തിന് യോഗ്യനായിത്തീരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനാണ് ബ്രഹ്മാനുഭൂതി ഉണ്ടാവുക, ഈശ്വരാനുഭൂതി ഉണ്ടാവുന്നത് ആ വ്യക്തിക്കാണ്. അതാണ് ഇതിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ നമ്മൾ തിദിക്ഷയോട് കൂടിയിട്ടാണ് ഈ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ആനന്ദ, ബ്രഹ്മാനന്ദ അനുഭവം നമ്മൾക്ക് അനുഭവിക്കാം. അമൃതത്വം. അപ്പൊ ധീരൻ എന്ന് പറഞ്ഞ ഇവിടെ ധീരൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. ധീരൻ ആരാണ്? ധീരൻ വിഷയങ്ങളിൽ, വിഷയേഭ്യ ധിയം രാതി ഇത് ധീരാണ്. വിഷയങ്ങളിൽ നിന്ന് ബുദ്ധിയെ പിൻവലിക്കുന്നവനാണ് ധീരൻ എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾക്ക് അധികം പ്രാധാന്യം കൊടുക്കാത്ത ആൾ, അവരാണ് ധീരൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ധീരനാണ് അമൃതത്വത്തിന് അർഹനായി തീരുന്നത് എന്നാണ്. അമൃതത്വം എന്ന് പറഞ്ഞാൽ ആ ആനന്ദാനുഭവം, ബ്രഹ്മാനന്ദാനുഭവം, അതാണ് അമൃതം എന്ന് പറയുന്നത്. അമൃതം എന്ന് പറയാനുള്ള കാരണം അതൊരിക്കലും നശിക്കാത്തത്, അവസാനിക്കാത്തത്. അപ്പൊ അതുകൊണ്ടാണ് അവസാനിക്കാത്ത ബ്രഹ്മാനന്ദാനുഭവത്തിന് പാത്രമായി യോഗ്യനായി തീരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവമാണ് ഉണ്ടാവല്. നേരത്തെ പറഞ്ഞല്ലോ 6 കാര്യങ്ങൾ പറഞ്ഞു. ഉണ്ടാവുക, നിലനിൽക്കുക, അല്ലെ, വളരുക, പരിണമിക്കുക, ക്ഷയിക്കുക, നശിക്കുക. 6 ഭാവങ്ങൾ. അത് മാറ്റാൻ പറ്റില്ല ജഡത്തിന്. അപ്പൊ ജഡത്തിന്റെ സ്വഭാവമാണ് ഉണ്ടാവലും ഇല്ലാതാവലും. അതൊരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല. അത് ജഡത്തിന്റെ സ്വഭാവമാണ്. ഉണ്ടായത് നശിക്കുക എന്നുള്ളത്, നശിച്ചാൽ വീണ്ടും ഉണ്ടാവുക. നേരെ മറിച്ച് അതിന്റെ ചൈതന്യത്തിനാണെങ്കിലോ, ബോധത്തിനാണെങ്കിലോ, ബോധത്തിന്റെ സ്വരൂപം. ശബ്ദം കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ട്. ആരോ മെസ്സേജ് അയച്ചിരിക്കുന്നു, ശബ്ദം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. കേൾക്കാം. ഓക്കെ. അപ്പോ ജഡത്തിന്റെ സ്വഭാവം എന്ന് പറയുന്ന ഉണ്ടാവലും നശിക്കലുമാണ്. അതില്ലാതാക്കാൻ പറ്റില്ല. അതേപോലെ ചൈതന്യത്തിന്റെ, ബോധത്തിന്റെ സ്വഭാവം, സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം, ജ്ഞാനം, ആനന്ദം. ഇത് ബോധത്തിന്റെ സ്വരൂപമാണ്. അതും അതിനെ വിട്ടുപോകില്ല. അപ്പൊ ചൈതന്യത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സത്യജ്ഞാനാനന്ദം, അതതിന്റെ സ്വരൂപമാണ്, അതിനെയും വിട്ടുപോകില്ല. പക്ഷെ ഈ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? ജീവൻ എന്ന് പറയുന്നത്, ജീവൻ അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്നത് ചൈതന്യവും ജഡവും കൂടി രണ്ടിന്റെയും കൂടി മിക്സ്ചറാണ്. ശരിയല്ലേ? അപ്പൊ ജീവൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ജീവനാണ്. അപ്പൊ ഈ ജീവൻ എന്ന് പറയുന്നത്, ജീവൻ എന്നുള്ളത് ബോധമാണ്, ചൈതന്യമാണ്. പക്ഷെ ഈ ശരീരം ദേഹം എന്ന് പറയുന്നത് ജഡമാണ്. അപ്പൊ ആ ചൈതന്യവും ജഡവും കൂടി ചേർന്നതാണ് ജീവൻ എന്ന് പറയുന്നത്. രണ്ടും കൂടി മിക്സ്ചറാണ്. അപ്പൊ ഇത് തമ്മിൽ കൂടിക്കലർന്നപ്പോ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? രണ്ടിന്റെയും ഘടകങ്ങള് കൂടിക്കലർന്ന് ഇതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചു എന്നാണ് പറയുന്നത്.
ഇതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചു. എന്നിട്ട് ഇതിന്റെ രണ്ടിന്റെ അംശങ്ങൾ പരസ്പരം കൂടിക്കലർന്ന് കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യത്തിനോട് ചേർന്നത് കൊണ്ട് ഈ ജഡശരീരങ്ങൾക്ക് ചൈതന്യവും സുഖമൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തോന്നി എന്നാണ് പറയുന്നത്. ഈ ജഡമായിരിക്കുന്ന ശരീരങ്ങൾക്ക് ഇടയ്ക്ക് നമുക്ക് തോന്നാറുണ്ടല്ലോ, ഇടയ്ക്ക് ഒരു ഉഷാറൊക്കെ നമുക്ക് തോന്നാറുണ്ട്, അല്ലെ? ഒരു എനർജിയൊക്കെ തോന്നാറുണ്ട്, ഒരു സുഖമൊക്കെ തോന്നാറുണ്ട്. കാരണം ഈ ചൈതന്യത്തിനോട് ചേർന്ന് നിൽക്കുമ്പോ. അതുപോലെ ഈ ചൈതന്യം ജഡത്തിനോട് ചേർന്നപ്പോ, ജഡത്തിന്റെ ആണല്ലോ സ്വഭാവം ജനനം മരണം. അപ്പൊ ഈ ജനനവും മരണവും ഒക്കെ തന്നെ ബാധിക്കുന്നത് പോലെ ചൈതന്യത്തിന് തോന്നുകയാണ്, ബോധത്തിന് തോന്നുകയാണ്. അപ്പൊ മനസ്സിലായോ? അതാണ് നമ്മളൊക്കെ ഞാൻ മരിക്കുന്നു, ഞാൻ ജനിക്കുന്നു എന്നൊക്കെ പറയാൻ കാരണം. യഥാർത്ഥത്തിൽ ഇത് രണ്ടും കൂടിക്കലർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ടാണ് ഇങ്ങനെ പരസ്പരം തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അപ്പൊ നമ്മൾ ശരീരത്തിന് സുഖമൊക്കെ തോന്നും, പക്ഷെ ശരീരത്തിന് യഥാർത്ഥത്തിൽ സുഖമൊന്നുമില്ല, അത് ജഡവസ്തുവാണ്. ശരീരത്തിന് സ്വന്തമായ ഒരു അനുഭവം ഇല്ല. എന്തുകൊണ്ടാണ് ശരീരത്തിന്റെ അനുഭവം വരുന്നത്? അതിന്റെ ഉള്ളില് ചൈതന്യമുള്ളത് കൊണ്ട്. ചൈതന്യത്തിനാണ് അനുഭവം, ജഡത്തിനില്ല. അപ്പൊ ചൈതന്യത്തിനോട്, അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ നിന്ന് ചൈതന്യം പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ഒന്നും അനുഭവമില്ലല്ലോ, ശരിയല്ലേ? അപ്പൊ ശരിക്കും ജഡമായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജഡം തന്നെയാണ് ഈ ശരീരം. പക്ഷെ ചൈതന്യം അതിനകത്ത് ചേർന്നത് കൊണ്ടാണ് അതിൽ വളർച്ചയും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇല്ലെങ്കിൽ ഒന്നും അനുഭവം ഉണ്ടാവില്ല, അത് അങ്ങനെ തന്നെ നിലനിൽക്കുമായിരുന്നു. അപ്പൊ ഇത് രണ്ടും പരസ്പരം ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആർക്കാണ് നഷ്ടം? യഥാർത്ഥത്തിൽ ജഡമായിരിക്കുന്ന ശരീരത്തിനാണോ നഷ്ടം, അതോ ആ ബോധത്തിനാണോ നഷ്ടം? ഉണ്മയായിരിക്കുന്ന ബോധത്തിനാണോ യഥാർത്ഥത്തിൽ നഷ്ടം? ആർക്കാ നഷ്ടം? നഷ്ടം സംഭവിച്ചിരിക്കുന്ന ആ ചൈതന്യത്തിനാ. ജഡത്തിന് നഷ്ടമൊന്നുമില്ല, ജഡത്തിന് നേട്ടാണുള്ളത്. എന്താണെന്നറിയാമോ? ജഡം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നുമില്ലല്ലോ, ഉണ്മ പോലും അനുഭവിക്കാനുള്ള കഴിവില്ല. പക്ഷെ ചൈതന്യത്തിനോട് ചേർന്നപ്പോ അതിനതൊക്കെ അനുഭവിക്കുന്ന വലിയ തോന്നലുണ്ടായി, ഒരു സുഖവും സന്തോഷമൊക്കെ അത് അനുഭവിക്കുന്നു ജഡമായ ശരീരം. പക്ഷെ ചൈതന്യം ജഡത്തോട് ചേർന്നപ്പോ എന്താ സംഭവിച്ച്? തന്റെ സ്വന്തം സ്വരൂപത്തെ മറന്നു പോകുന്നു. അപ്പൊ നഷ്ടമാർഗ പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ആർക്കാ നഷ്ടം? നമ്മൾക്കാണ് നഷ്ടം. ആ ബോധത്തിനാണ് യഥാർത്ഥത്തിൽ നഷ്ടം. നഷ്ടം സംഭവിക്കുന്ന അതിനാണ്. അപ്പോ ചൈതന്യം എന്ന് പറയുന്നത് അമൃതമാണ്, അല്ലെ? അത് മൃതിയില്ലാത്തതാണ്, എപ്പോഴും ഉള്ളതാണ്, ആനന്ദ സ്വരൂപമാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ചൈതന്യത്തിന്, ആ ബോധത്തിന് തൽക്കാലത്തേക്ക് അതിന്റെ സ്വന്തം സ്വരൂപം, പൂർണ്ണമായിട്ടുള്ള രൂപം മറഞ്ഞു പോയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ആ സ്വന്തം രൂപം മറഞ്ഞു പോയത് കൊണ്ട് തൽക്കാലത്തേക്കാണത്. തൽക്കാലത്തെ ഒരു ജയ ഗുരുദേവ്, എന്റെ നെറ്റ് കട്ടായി പോയി. നെറ്റ് കട്ടായി പോയി. ഓക്കെ, ഇടയ്ക്ക് സ്റ്റില്ലായി തോന്നുന്നു, അല്ല? കേട്ടിരുന്നോ ഞാൻ പറയുന്നത്? കുറച്ചു നേരം സ്റ്റില്ലായി. കുറച്ചൊന്നും സ്റ്റില്ലായി അല്ലെ? അപ്പൊ ഇത് പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ വലിയ നഷ്ടം സംഭവിക്കുന്നത് ചൈതന്യത്തിനാണ്. കാരണം അത് അമൃതനാണ് ചേതനം എന്ന് പറയുന്നത്, അല്ലെ? മരണമില്ലാത്തതാണ്. ദെൻ ആനന്ദ സ്വരൂപിയാണത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ ചൈതന്യത്തിന് തൽക്കാലത്തേക്ക് തന്റെ സ്വന്തം രൂപം, പൂർണ്ണമായിട്ടുള്ള രൂപം മറഞ്ഞുപോയി എന്നാണ് പറയുന്നത്. എന്നാൽ അത് മറഞ്ഞു പോയപ്പോ എന്താ സംഭവിച്ച്? ഈ മരണം തുടങ്ങിയ ദുഃഖം തുടങ്ങിയ അത്തരത്തിലുള്ള വികാരങ്ങള് തനിക്കാണുള്ളത് എന്ന് രമിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ തനിക്കാണ് വരുന്നത്, ഈ മരണം ജനനം ഒക്കെ തനിക്ക് വരുന്നതായിട്ട് ഈ ചൈതന്യം ഭ്രമിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ ഒരു ഭ്രമത്തിൽ നിൽക്കുകയാണ് ഈ ചൈതന്യം. ചൈതന്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അമൃതനാണത് എന്ന് പറഞ്ഞു, ആനന്ദ സ്വരൂപിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ ജഡത്തോട് ചേർന്നപ്പോ അതിനത് മറന്നുപോയി. പിന്നെ ഞാൻ ജനിക്കണോ മരിക്കണോ എന്നുള്ള തോന്നൽ വന്നു ഈ ജീവന്. അപ്പൊ ഈ ഒരു കെട്ടുപാടിൽ, ഈ ഒരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്താണ് മാർഗം എന്നറിയാമോ? പരസ്പരം അകന്ന് നിൽക്കുക. ഇപ്പൊ കൂടിച്ചേർന്ന് നിൽക്കുകയാണ്, ചൈതന്യവും ജഡവും കൂടി ചേർന്ന് നിൽക്കുക, കെട്ടുമടഞ്ഞ് കിടക്കുക. അപ്പൊ എന്ത് വേണം? അതിനെ അങ്ങോട്ട് അകറ്റുക. എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അതല്ല. ഇപ്പൊ ദേഹം തന്നോട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്, അല്ലെ? അപ്പോ തന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു ദേഹം തുടങ്ങിയ ജഡവിഷയങ്ങള്, ദേഹം ഒരു ഉദാഹരണം, അതുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ വിഷയങ്ങളും അതിന്റെ സ്വഭാവത്തിന് സ്ഥിരമായിട്ട് മാറ്റം വരുത്താൻ നമ്മൾക്ക് പറ്റില്ല, അല്ല? അതിന്റെ സ്വഭാവത്തിന് സ്ഥിരമായിട്ട് മാറ്റം വരുത്താൻ, മറ്റുള്ള ഇതില് ജഡവസ്തുക്കളുടെ സ്വഭാവത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. അതില് മാറ്റം വരുത്തിയിട്ട് നമുക്ക് നേട്ടം വരുത്താനായിട്ട് സാധിക്കില്ല, അല്ലെ? ശരിയല്ലേ? അപ്പോ
ഇതറിയാത്തത് കൊണ്ടാണ് നമ്മളെ ഈ ആധുനിക ശാസ്ത്രങ്ങളൊക്കെ, ഈ ഭൗതികവാദികളൊക്കെ ഈ വസ്തുവിന്റെ അവസ്ഥ എന്താണ്, സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അവർ ഈ പുറമേയുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അത് ഒരിക്കലും മാറില്ല. കാരണം അതിന്റെ സ്വഭാവം ഇതാണ്: ഉണ്ടാവല്, നിലനിൽക്കല്, വളരല്, പരിണമിക്കല്, ക്ഷയിക്കല്, നശിക്കല്. അത് അതിന്റെ സ്വഭാവമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാതെ പല ആളുകളും ശാസ്ത്രത്തിന്റെ പേരില് പുറമേയുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നടക്കില്ല. അവർ ഈ ജഡത്തിന്റെ സ്വഭാവത്തെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതൊരിക്കലും മാറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ചൈതന്യത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ശാശ്വതമായ അമൃതത്വമാണ്. മനസ്സിലായോ? അപ്പൊ അത് തിരിച്ചു കിട്ടാൻ എന്ത് വേണം? ഈ ചൈതന്യ സ്വരൂപത്തെ മറച്ചിരിക്കുന്ന ഈ ജഡങ്ങളുണ്ടല്ലോ, ജഡവിഷയങ്ങള്, അതിനെ ബോധസ്വരൂപത്തിൽ നിന്ന് അകറ്റണം എന്നാണ് പറയുന്നത്. അതിനെ ബോധസ്വരൂപത്തിൽ നിന്ന് അകറ്റണം. അപ്പൊ എന്താണ് അതിനുള്ള മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള മാർഗമാണ് നേരത്തെ പറഞ്ഞത് തിതിക്ഷ. അല്ലെ? നമ്മള് ലൗകികമായിട്ടുള്ള സുഖദുഃഖങ്ങളെയൊക്കെ ഒരേ രീതിയിൽ തുല്യ നിലയിൽ കണക്കാക്കി തിതിക്ഷ അഭ്യസിക്കൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ദൃഢമായിട്ട് തിതിക്ഷ അഭ്യസിക്കുന്ന ആൾക്ക് അവരുടെ ബുദ്ധി ജഡവിഷയങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ആത്മാവിലേക്ക് തിരിയും. അപ്പൊ ആത്മാവിന്റെ അമൃതത്വം അനുഭവിക്കാൻ ശക്തിയുള്ളവരായി തീരും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പിടികിട്ടിയോ? അതിനാണ് തിതിക്ഷ വേണം എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ അർജുനോട് ധീരനായി തിതിക്ഷ അഭ്യസിക്കൂ, തിതിക്ഷ അഭ്യസിച്ച് അമൃതത്വം വരിക്കൂ എന്ന് പറയുന്നത്. അപ്പൊ തിതിക്ഷ എന്ന് പറഞ്ഞാൽ ഇതാണോ? എന്ത് അനുഭവങ്ങൾ ഉണ്ടായാലും വിഷയങ്ങളിൽ നിന്നാണ് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവുന്നത്, ജഡവിഷയങ്ങളിൽ. അപ്പൊ ആ വിഷയങ്ങളിൽ നിന്ന് ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം ഇതൊക്കെ ഉണ്ടായാലും അതിനെ തുല്യ നിലയിൽ, ഉള്ളിലെ പരിഭവമോ പരാതിയോ ഒന്നുമില്ലാതെ തുല്യ നിലയിൽ കണ്ട് അതിലൂടെ കടന്നു പോകുക. അതാണ് തിതിക്ഷ. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾക്ക് ആത്മാവിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. നേരെ മറിച്ച് ഇതിൽ കുടുങ്ങി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത് അല്ലെ? എത്ര നന്നായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോ ജഡവിഷയങ്ങളെ അകറ്റണം, ചൈതന്യത്തിന്റെ സ്വരൂപം നമുക്ക് തിരിച്ചെടുക്കണം, തെളിയിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞത് ശരി. പക്ഷെ ഈ ജഡങ്ങൾ എന്ന് പറഞ്ഞതും നിലനിൽപ്പിന്റെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതിനെ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഈ ശരീരത്തിനെ അങ്ങനെ നശിപ്പിച്ചു കളയാൻ പറ്റില്ല, അതുപോലെ മറ്റു വസ്തുക്കളെ നശിപ്പിച്ചു കളയാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ അതിനെ അകറ്റാം എന്നാണ്. അപ്പൊ ഭഗവാൻ ഇനി അതിനാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അത് നമ്മൾക്ക് നാളെ നോക്കാം. ഓക്കെ, അതിനെ കുറിച്ച് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. യെസ്, കണ്ണുകൾ അടച്ചു വയ്ക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു. തോളുകൾ അയഞ്ഞിരിക്കട്ടെ. മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ. ഉള്ളിൽ അനുഭവപ്പെടുന്ന ബോധം, ഞാൻ ഉണ്ട്, ആ ഉണ്മയിലേക്ക് ശ്രദ്ധ ഉണ്ട്. ഈ നിമിഷം ഞാൻ ഉണ്ട്, ആ അനുഭവത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. അതിൽ തന്നെ വിശ്രമിക്കും. ഓം സം സമിഭ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിഭ്യസേ സനോവശൂന്യാഭര സംഗച്ഛധ്വം സംവദധ്വം സംവൗമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന ഊഹവിഷാ ജുഹോമി സമാനീവ ആഗോദിഃ സമാനാ ഹൃദയാനി വഹ
സമാനമസ്തു ഗോ മനോ യഥാ വസ്തു സഹാസതി. നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ. നമോ വാചി നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായി ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.